മനുഷ്യർ എങ്ങനെ ഉണ്ടായി ഇവിടെ. അപ്പൊ ഇത് വലിയൊരു കൊണ്ടുകൊടുക്കലാണ്. അപ്പൊ ശരിക്കും ഖൈബർ പാസ്, ചോളൻ പാസ് വഴി വന്നവരാണ് ശരിക്കും അഫ്ഗാൻ ആ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാർ. നേരെ മറിച്ച് കച്ചവടത്തിന് വന്ന, ക്രിസ്തുവിന് മുൻപേ കച്ചവടത്തിന് വന്ന ആൾക്കാരാണ് അറബി നാട്ടിൽ നിന്ന് വന്നവർ. അപ്പൊ മുസ്ലിം ഒന്നും ഉണ്ടായിട്ടില്ല. അതിനേ മുമ്പ് ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാര്, നമ്മുടെ ആഫ്രിക്കയുടെ കിഴക്കൻ പ്രദേശത്തുള്ള ആൾക്കാര്, അവരൊക്കെ അങ്ങനെ വന്നവരാണ് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ അവരെയൊക്കെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് നമ്മുടെ പട്ടണത്തിലുണ്ട്. റഷ്യൻ സഞ്ചാരി, ഒരു ഇംഗ്ലീഷ് ഒരു ഹിന്ദി മൂവി ഉണ്ട്, പരദേശി. അദ്ദേഹത്തിന്റെ പേരാണ് അഫ്നാസി നിക്തിൻ എന്ന്. അത്തനാഷ്യസ് ആണ് അഫ്നാസി, റഷ്യയിൽ. അപ്പോ അദ്ദേഹം ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സാമൂതിരിയെ കുറിച്ച് എന്തൊരു വിവരണങ്ങളാണ്. നമ്മുടെ സാമൂതിരിപ്പാടിന് വലിയ വേഷഭൂഷമൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാം എന്തായാലും സമൃദ്ധമായിരുന്നു ശരിക്കും. പക്ഷെ പുറമെ കാണിക്കാത്ത അത്രമേൽ എളിമയുള്ള ഒരു സംസ്കാരമുള്ള കോഴിക്കോട്, എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന കോഴിക്കോട്. അപ്പൊ കുറെ പേര് പറയും കച്ചവടം കൊണ്ട് ആണെങ്കിൽ എന്താ, ആരെ വെട്ടിപ്പിടിക്കാനൊന്നുമില്ലല്ലോ, എല്ലാവർക്കും സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ലേ ചെയ്ത് കോഴിക്കോട്ടേക്ക്.